അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദവും തിരുവാതിരയും പുണർത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. അവരുടെ പ്രൊഫഷൻ, ജോലി സംബന്ധിച്ച് ബുധശുക്രന്മാർ ലഗ്നത്തിൽ നിൽക്കുന്നത് വളരെ അനുകൂലമാണ്. ആശയവിനിമയങ്ങൾ, അതായത് ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഇടപാടുകാരുമായിട്ടും ഒക്കെ നല്ല ആശയവിനിമയം നടത്താനും അതുകൊണ്ട് ഫലം കിട്ടാനും നല്ലതാണ്. അഭിമുഖങ്ങൾ, ചർച്ചകൾ, അതുപോലെ അവതരണങ്ങൾ ഇതൊക്കെ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രൊഫഷൻ ചെയ്യുന്നവർക്കും ഇത് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മേഖലയിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വ്യാഴമാണ് 2ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനവർദ്ധനയും സ്ഥിരമായിട്ടുള്ള വരുമാനവും ഉണ്ടാകും. അതിൽ വരുമാന വർധനയ്ക്ക് സ്കോപ്പ് കൂടുതലുണ്ട്. പണം കിട്ടാനുള്ളവർ, അതായത് ഇപ്പോൾ ശമ്പള വർധന കൊണ്ട് അല്ലെങ്കിൽ കുടിശ്ശിക ലഭിക്കാനുള്ള, അല്ലെങ്കിൽ മുൻപേ ചിലരിൽ നിന്ന് കടം കൊടുത്തത് അത് തിരിച്ചു കിട്ടാനും ഒക്കെ സാധ്യതയുള്ള സമയമാണ്. കുടുംബത്തിലും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഒരു ഐക്യവും സന്തോഷവും ഒക്കെ നിലനിൽക്കുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ കൂറിൽ ജനിച്ചവരുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് സ്വീകരിക്കാൻ കുടുംബത്തിലുള്ളവർ തയ്യാറാകും. അങ്ങനെ ഒരു സമാധാനപരമായിട്ടുള്ള സന്തോഷം കുടുംബത്തിൽ നിലനിൽക്കുന്നതാണ്. ആരോഗ്യപരമായിട്ടും പൊതുവേ മെച്ചം തന്നെയാണ്. മറ്റ് ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് വരുന്നില്ല. എന്നാൽ മാനസികമായിട്ട് കുറേയേറെ സമ്മർദ്ദങ്ങൾ വരാനുള്ള സാഹചര്യമുണ്ട്. ഇവർക്കും വിഷ്ണു പൂജ അഥവാ ശ്രീകൃഷ്ണൻ മുതലായിട്ടുള്ള അവതാര, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ മുതലായിട്ടുള്ള നരസിംഹം, സുദർശനം മുതലായിട്ടുള്ള ദേവന്മാരെ പ്രീതിപ്പെടുത്തുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള മന്ത്രങ്ങൾ ഉപാസിക്കുക, ഇതൊക്കെയും നല്ല ഫലങ്ങൾ, ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇത് പറയാവുന്നതാണ്.